ഇപ്പൊ തൃപ്തിയായി ശ്രുതി. ചൂടുവെള്ളം ഉണ്ടായിരുന്നല്ലോ. നാളെയും വരുമല്ലോ, അപ്പോഴാകാം. പപ്പേട്ടൻ കുടിപ്പിച്ച വെള്ളം മതിയായില്ല, അതിന്റെ ബാക്കിയായത്. മൂപ്പർക്ക് പ്രഷറിന്റെ ഗുളി കൊടുത്തില്ലേ? കൊടുത്തു. അപ്പൊ വിളിച്ച കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാ ചങ്ങായിക്കൊന്നും ഏശിട്ടില്ല. എന്റെ കുട്ടിയെ ഒറ്റയ്ക്ക് അയച്ചില്ലെന്ന് പറഞ്ഞ് എന്നിട്ടിതേ ഒരൊറ്റ കൊടച്ചില ഡീം കിട്ടി. ഇന്നലെ എന്ന് പറഞ്ഞാൽ നാളെ കാണുന്ന ഒരു മോനും, ഇന്നെന്ന് പറഞ്ഞാൽ എന്നെന്ന് ചോദിക്കുന്ന ഒരു അച്ഛനും. പോരെ, എന്റെ നാവ് ചൊറിഞ്ഞു വന്നതാ. കല്യാണി മീനാക്ഷിയും വന്നോട്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്റെ വായിന്ന് വല്ലതും കേൾക്കേണ്ടി വരുമായിരുന്നു. 10-45 കൊല്ലം കൊണ്ട് പറയാത്തതാ ഇനി ഇപ്പൊ. വമ്പത്തരം പറയല്ലേ സാമീട്ടാ. എവിടെ ആ മുഖത്ത് നോക്കി മറുത്തൊരു വാക്ക് മരിക്കോളം മിണ്ടാൻ പറ്റും എനിക്ക്? ഈശ്വരന് നേരെ താഴെ ആ മനസ്സിലാ മനുഷ്യൻ. ഓ, ഉണർന്നു. ഹലോ, പുട്ടെടുക്കട്ടെ. ഹലോ ഹലോ. അല്ലാതെ ഗണപതിയുടെ ഫോണിൽ ബ്രഹ്മാവിനെ കിട്ടുമോ? ഗണപതിയാണ്. അപ്പൊ സ്ഥലത്തില്ല, മംഗലാപുരത്താണ്. ലീല കോളനിലോ? അടിച്ചു പൊളിക്കടാ. ഞങ്ങൾ കുറെ പാവങ്ങൾ വീടും കുടുംബമായിട്ട് കഴിയുന്ന ഈ കോളനിയിൽ ഇത് പൊളിക്കരുത്. ഇവിടെ താമസ പലരും ഒഴിഞ്ഞു പോകാൻ തയ്യാറാണല്ലോ. നിനക്ക് മാത്രം എന്താ? ഇവർക്കൊക്കെ ശിവേട്ടൻ കൈ നിറയെ കാശും കൊടുത്തല്ലോ. കുറച്ച് ആൾക്കാർ കരിങ്കാലിപ്പണി ചെയ്തൊന്നും കരുതി ഇത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് തന്നതാ. പപ്പ മുതലാളി അപ്പുവേട്ടൻ ഇവിടം വിട്ട് ഞങ്ങൾ എവിടേക്കും പോവില്ല. കാശ് കിട്ടിയാലെന്താ, ഒഴിഞ്ഞു പോയിക്കൂടെ? ഞങ്ങൾ എന്തായാലും ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതല്ല നന്ദിയില്ലാത്ത നായിഞ്ച മോനെ. നിന്റെ കെട്ടിയോക്ക് പ്രസവവേദന വന്ന് കടപ്പുറ ആസ്പത്രിയിൽ ഡോക്ടർമാര് തിരിഞ്ഞു നോക്കാതെ കടന്നപ്പം അവിടെ ഒരു അപ്പട്ട് ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യനായാൽ നന്ദി വരണം. ഇനിയും മുന്നോട്ട് വന്നാലുണ്ടല്ലോ ഞങ്ങളുടെയൊക്കെ നെഞ്ചത്തൂടെ വേണ്ടി വരും പോവാൻ. നിന്റെയൊക്കെ നെഞ്ചെന്താടാ? പാളയറോടോ? അതേടാ പാളയറോടാ. എന്താ കേട്ടിട്ട് പോണോ വാസോ? പൗലോസേ, അഭ്യാസത്തിൽ നിൽക്കാതെ മാറിക്കോ. വന്നെങ്കിൽ ഈ പണി തീർത്തിട്ടേ പോകൂ ഞങ്ങള്. മാറവിടുന്ന്.